ഹെലികോപ്റ്റർ ഷോട്ട്. നമുക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ട്രേഡ് മാർക്ക് ഷോട്ടാണ്. ബോളർ ആരായാലും, ജെയിംസ് ആൻഡേഴ്സൺ ആയാലും, ഷോയിബ് അക്തർ ആയാലും, ചമിന്ദ വാസ് ആയാലും, ലസിത് മലിംഗ ആയാലും, ഇതുപോലെ ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ സിക്സർ പറത്തുന്ന ധോണിയുടെ ഫിനിഷിംഗ് മികവ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, നമുക്ക് ഒരുപാട് അറിയാം. CSKയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തോൽവി കൂടി അവർ നേരിട്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുമ്പോൾ CSKയുടെ ബാറ്റിംഗ് ലൈനപ്പ് അല്ലെങ്കിൽ ടീമിൻ്റെ ഘടന അവരെ പിന്നോട്ടടിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഈ IPLൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ. അപ്പോൾ പ്രധാനമായും CSKയെ സംബന്ധിച്ചിടത്തോളം മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ ഒരു പ്രശ്നമാണ്. അതുപോലെ ടീമിലേക്ക് അവർ ഈ താരലേലത്തിൽ വിളിച്ചെടുത്ത താരങ്ങൾ അവരുടെ കഴിവും ഒരു പ്രശ്നമാണ്. വിജയ് ശങ്കറിനെ പോലുള്ള, രാഹുൽ ത്രിപാഠിയെ പോലുള്ള താരങ്ങളാണ്, അല്ലെങ്കിൽ ദീപക് ഹൂഡയെ പോലുള്ള T20 മത്സരങ്ങളിൽ ഒരു കാലത്ത് മികച്ച രീതിയിൽ കളിച്ചിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു പ്രഭാവമൊക്കെ അസ്തമിച്ച് ഏതാണ്ട് വെടിതീർന്ന ഘട്ടത്തിൽ വീണ്ടും CSK ടീമിലേക്ക് വിളിച്ചെടുത്തതുപോലുള്ള അനുഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതൊക്കെയും ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന 5 തവണ കിരീടം നേടിയ ടീമിനെ പിറകോട്ടടിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ അവരുടെ ക്യാപ്റ്റൻസിയും ഒരു പ്രധാന വിഷയമാണ്. ധോണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഞാനിത് പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഫിനിഷറെ നമുക്കറിയാം. ഒരുപാട് മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയും CSKയ്ക്ക് വേണ്ടിയും ഫിനിഷ് ചെയ്ത അദ്ദേഹം കളി വിജയകരമായി പൂർത്തിയാക്കിയ ഒരുപാട് ഇന്നിങ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ IPLലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ തോൽവി അടക്കം നോക്കുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഫിനിഷർക്കൊപ്പം തന്നെ CSKയുടെ ഇൻറ്റൻഷനും പ്രധാന വിഷയമാകുന്ന മത്സരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കഴിഞ്ഞ മാച്ചിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി മഹേന്ദ്ര സിംഗ് ധോണിയുടെ പൊസിഷൻ അത് എപ്പോഴും കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും കഴിഞ്ഞ 2 സീസണുകളിലും CSKയെ വലച്ചതും അല്ലെങ്കിൽ CSKയെ പിന്നോട്ടടിച്ചതും ഏത് പൊസിഷനിൽ ധോണിയെ ഇറക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ്. നമുക്കറിയാം, ധോണി ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ്. ഒരുപാട് ചരിത്രങ്ങൾ അദ്ദേഹത്തിന് പിറകെ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ ധോണിയും അതുപോലെ വിജയ് ശങ്കറും ഒക്കെ കളിക്കുന്ന രീതി കണ്ടപ്പോൾ തീർച്ചയായും ഡൽഹിക്കെതിരെയുള്ള മത്സരം തോറ്റപ്പോൾ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്ന് CSKയുടെ ഇൻറ്റൻഷൻ തന്നെയായിരുന്നു. ഒരാൾ പോലും അടിച്ചു കളിക്കാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ ആ റൺ റേറ്റ്, ആ ഒരു റൺസ് നിരക്ക് ചേസ് ചെയ്യണം എന്നുള്ള യാതൊരു ബോധ്യവുമില്ലാതെ ബാറ്റ് ചെയ്യുന്നത് പോലെയാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് തോന്നിയത്. CSKയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം എന്ന് പറയുമ്പോൾ 183 റൺസായിരുന്നു എതിർ ടീമിനുണ്ടായിരുന്നത്. ആ ഒരു മത്സരം, ആ ഒരു റൺസ് നമുക്കറിയാം ഈ ഒരു T20 കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ ചേസ് ചെയ്യാവുന്ന സ്കോർ തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ 10 ഓവർ കഴിഞ്ഞ സമയത്ത് തന്നെ ധോണിയും അതുപോലെ വിജയ് ശങ്കറും ഒന്നിച്ച ഒരു സമയമായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു 50 വിജയ് ശങ്കർ ഈ മത്സരത്തിൽ നേടിയത്. അപ്പോൾ CSKയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ ബാറ്റിംഗ് നിര എടുത്തു നോക്കുകയാണെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദ് അദ്ദേഹം മികച്ച ഫോമിലല്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഡെവൺ കോൺവേയെ തിരിച്ചു വിളിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ. അതുപോലെ തന്നെ രാഹുൽ ത്രിപാഠി, വിജയ് ശങ്കർ പോലുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള T20 പ്ലേയേഴ്സാണ് അവരുടെ ടീമിൽ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഇൻറ്റൻഷനും കാണിക്കാത്ത ഒരു പ്ലെയർ ആയിരുന്നു വിജയ് ശങ്കർ. മുമ്പ് 3D പ്ലെയർ എന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പ് 2019 ലോകകപ്പിൻ്റെ സമയത്ത് അപ്രതീക്ഷിതമായ ഒരു 3D പ്ലെയർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ടീമിന് അവസരം കിട്ടിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ഏറ്റവും പ്രധാന വിഷയമായി മാറിയപ്പോൾ തന്നെയാണ് അദ്ദേഹം ടീമിൽ നിന്നും പുറന്തള്ളപ്പെട്ടത്. അപ്പോൾ അതേ വിജയ് ശങ്കറിനെ വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം CSK ടീമിൽ എത്തിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ബാറ്റിംഗ് ഇറക്കുന്നു. അവിടെ തന്നെ തുടങ്ങുന്നു CSKയുടെ ബാറ്റിംഗ് നിരയുടെ ആഴമില്ലായ്മ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ അവരുടെ ബാറ്റിങ്ങിൽ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയാൻ കഴിയുന്നു, അല്ലെങ്കിൽ അടിച്ച് ഒരു പ്രോപ്പർ T20 ബാറ്റർ എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരൊറ്റൊരാൾ ശിവൻ ദൂബെ മാത്രമാണ്. ബാക്കി എല്ലാവരും നങ്കുരമിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ കൂറ്റിനടികൾക്ക് അധികമൊന്നും പേര് കേൾക്കാത്ത താരങ്ങളാണ്. വിജയ് ശങ്കറിൻ്റെ ആ ഒരു മെല്ലെപ്പോക്ക് 50, അതുപോലെ അവസാനം ഇറങ്ങി 26 പന്തിൽ 30 റൺസ് മാത്രം നേടുന്ന മഹേന്ദ്ര സിംഗ് ധോണി. നമുക്കറിയാം ഇതിലും മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്ത എത്രയോ മത്സരങ്ങൾ ധോണിയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കുമ്പോൾ ധോണിയോ അല്ലെങ്കിൽ വിജയ് ശങ്കറോ ഒരു ഇൻറ്റൻഷനും ജയിക്കാൻ വേണ്ടി കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധോണിയുടെ ബാറ്റിംഗ് പൊസിഷൻ നമുക്കറിയാം, CSKയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പത്തെ മത്സരങ്ങളും ധോണി കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ധോണി 26 പന്തുകൾ നേരിട്ടെങ്കിലും 30 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. ശരിക്കും ഈ താരലേലത്തിൽ തന്നെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെയും വിട്ടുകളഞ്ഞ CSK വളരെ വിജയ് ശങ്കറിനെ പോലുള്ള അല്ലെങ്കിൽ രാഹുൽ ത്രിപാഠിയെ പോലുള്ള IPL തന്നെ അവരുടെ ഫോമിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുള്ള മങ്ങിയ ഫോമിലുള്ള താരങ്ങളെയാണ് ഈ IPLൽ അവർ വിളിച്ചെടുത്തത്. അവിടെ തന്നെ തുടങ്ങുന്നു CSK എന്ന ടീമിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതുപോലെ ക്യാപ്റ്റൻസി നമുക്കറിയാം, മഹേന്ദ്ര സിംഗ് ധോണി കഴിഞ്ഞ സീസണിന് മുമ്പ് ഋതുരാജ് ഗെയ്ക്വാദിന് ക്യാപ്റ്റൻസി നൽകിയിരുന്നു. അതിനു മുമ്പ് ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി നൽകിയപ്പോൾ ജഡേജ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാതായപ്പോൾ ധോണി തന്നെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തുകൊണ്ട് ഒരു സീസണിൽ CSK കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഋതുരാജ് ഗെയ്ക്വാദിനെ നായകനാക്കിക്കൊണ്ട് IPL തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ധോണി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇപ്പോഴും ധോണിയുടെ സാന്നിധ്യം ഋതുരാജിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ.
കാരണം ടീമിലെ സീനിയർ പ്ലെയർ എന്ന രീതിയിൽ ധോണി ടീമിലുള്ളപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായി അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, മുമ്പ് 2011 ലോകകപ്പിന് ശേഷം റിക്കി പോണ്ടിങ് എന്ന ഓസീസിനെ അവർക്ക് കിരീടങ്ങൾ 2 നേടിക്കൊടുത്ത നായകൻ അദ്ദേഹം ആ ഒരു സമയത്ത് ക്യാപ്റ്റൻസിയിൽ നിന്നും മാറിക്കൊണ്ട് ഒരു പ്ലെയർ എന്ന രീതിയിൽ കളിക്കാൻ തീരുമാനിച്ചിരുന്നു. അതായത് റിക്കി പോണ്ടിങ്ങിന് ശേഷം മൈക്കൽ ക്ലാർക്കിനെ ഓസീസ് ക്യാപ്റ്റനാക്കുന്നു. ആ സമയത്ത് മൈക്കൽ ക്ലാർക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: റിക്കി പോണ്ടിങ്ങിനെ തൻ്റെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സെലക്ടർമാരോട് തനിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു മുൻ ക്യാപ്റ്റൻ്റെ സാന്നിധ്യം, സ്വതന്ത്രമായി ക്യാപ്റ്റൻസിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ മൈക്കൽ ക്ലാർക്കിന് തടസ്സമായി നിൽക്കും എന്ന് സെലക്ടർമാർ കരുതിയിരുന്നത്രേ. പക്ഷേ റിക്കി പോണ്ടിങ്ങിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സെലക്ടർമാരോട് അങ്ങോട്ട് വാദിക്കുകയായിരുന്നത്രേ മൈക്കൽ ക്ലാർക്ക്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയും ഉണ്ട് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാം. കാരണം ഈ ഒരു ടീമിൽ, CSK എന്ന ടീമിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ സാന്നിധ്യം, അതും ലെജൻഡറി ക്യാപ്റ്റനായ ധോണിയുടെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം സ്വതന്ത്രമായി ക്യാപ്റ്റൻസിയിൽ ശോഭിക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ ഋതുരാജ് ഗെയ്ക്വാദിന് സാധിക്കുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ ടീമിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ, അത് ഏറ്റവും പ്രധാന രീതിയിൽ തന്നെ ടീമിനെ പിറകോട്ട് അടിക്കുന്നു എന്ന് വേണം കരുതാൻ.